നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓം നമ ശിവായ. ഈ വർഷത്തെ മഹാശിവരാത്രി ദിനം വരുന്നത് ഫെബ്രുവരി 26-നാണ്. ഈ ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഭദ്രേ നാരായണ. ഹിന്ദു വിശ്വാസപ്രകാരം ഈ ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വരുന്നത്. ഈ ദിനത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സംഭവിക്കുന്നു. ശിവരാത്രി ദിനം വ്രതമെടുക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നു ഭക്തർ. ശിവരാത്രി ദിനത്തിൽ വ്രതമെടുക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ഭക്തരിൽ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം പല വിധത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. ശിവരാത്രിയിലെ ശിവാരാധന ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും അകറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മഹാശിവരാത്രി വളരെയധികം ഗുണാനുഭവങ്ങൾ ചില രാശിക്കാരിൽ ചൊരിയുന്നു. 12 രാശിക്കാർക്കും ശിവരാത്രി ദിനം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശി. മേടം രാശിക്കാർക്ക് അടുത്ത ശിവരാത്രി വരെയും ഭഗവാൻ അനുഗ്രഹാശിസുകൾ ചൊരിയുന്നു. കൂടാതെ ഈ ദിനത്തിൽ ശിവനെ ആരാധിക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. കൂടാതെ മുടങ്ങിക്കിടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പൂർത്തിയാക്കുന്നതിന് സാധിക്കുന്നു. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല ജോലികളും പൂർത്തിയാക്കും. ഇടവം രാശിക്കാർക്ക് ഈ സമയം പരമേശ്വരന്റെ കൃപയുണ്ടായിരിക്കും. കൂടാതെ ബിസിനസ്സിൽ മികച്ച നേട്ടങ്ങൾ തേടിയെത്തുന്നു. ബിസിനസ്സിലെ എല്ലാ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കും. മിഥുനം രാശിക്കാർക്ക് മഹാശിവരാത്രിയിൽ ഭഗവാന്റെ അനുഗ്രഹം തേടിയെത്തുന്നു. പരമേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി മികച്ച സമയമാണ്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികളും ഭഗവാൻ ഇല്ലാതാക്കുന്നു. കർക്കിടകം രാശിക്കാർക്ക് കരിയറിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. അതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു. ജോലിയിൽ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ സംഭവിക്കും. സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാവും. ചിങ്ങം രാശിക്കാർക്ക് മഹാശിവരാത്രി ദിനത്തോടെ നല്ല കാലം ആരംഭിക്കുമെന്നതാണ് സത്യം. സ്ഥാനക്കയറ്റം ജോലിയിൽ ഉണ്ടാവുന്നു. ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് ഉണ്ടാവുന്നു. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. കന്നിരാശിക്കാർക്ക് ഈ സമയം വളരെ മികച്ച മാറ്റങ്ങൾ നൽകുന്നു. കൂടാതെ കരിയറിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ കരുതുന്ന പോലെ മുന്നോട്ടു പോവാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. കരിയറിൽ നിങ്ങൾ തൃപ്തരായിരിക്കും. തുലാം രാശിക്കാർക്ക് മഹാശിവരാത്രിയോടനുബന്ധിച്ച് മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ബിസിനസ്സിലെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും അനുകൂലമായി വരുന്ന സമയമാണ്. ഭഗവാൻ നിങ്ങളിൽ കൂടുതൽ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. വരുമാനം പല കോണിൽ നിന്നും വർദ്ധിക്കുന്നു. വൃശ്ചികം രാശിക്കാർക്ക് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവുന്നു. പണം സമ്പാദിക്കുന്നതിന് നിങ്ങൾക്ക് മികച്ച സമയമാണ്. ജോലിയിൽ സന്തോഷവും സമാധാനവും സ്ഥാനക്കയറ്റവും എല്ലാം തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയമില്ല. ധനുരാശിക്കാർക്ക് വരുന്ന മഹാശിവരാത്രിയോടനുബന്ധിച്ച് അവരുടെ സമയം തെളിയുന്നു. കരിയറിലെ മാറ്റങ്ങൾ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ജോലിയിൽ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതാണ്. മേലുദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ജോലിയിൽ മതിപ്പുണ്ടാകും. കൂടാതെ കരിയറിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാവുകയില്ല. മകരം രാശിക്കാർക്ക് മഹാശിവരാത്രി മികച്ച മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. കൂടാതെ സ്ഥാനമാനങ്ങൾ പല കോണിൽ നിന്നും നിങ്ങളെ തേടി വരും. സ്ഥാനക്കയറ്റം ജോലിയിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഈ സമയം ഉണ്ടാവും. കുംഭം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കും. പങ്കാളിക്കൊപ്പം കൂടുതൽ സന്തോഷത്തോടെ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നു. ഈ ദിവസം പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു. സാമ്പത്തിക സ്ഥിതി മികച്ചതാവും. മീനം രാശിക്കാർക്ക് ശിവരാത്രി ദിനം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ കാത്തിരിക്കുന്നു.
പലപ്പോഴും നിരവധി അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. കരിയറിലെ മാറ്റങ്ങൾ നിങ്ങളിൽ അത്ഭുതം നിറയ്ക്കുന്നു. ബിസിനസ്സിൽ ലാഭം തേടിയെത്തുന്നു. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം നിറയും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്തേ. ഭദ്രേ നാരായണ.